അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ വളരെ ക്രീമി ആയിട്ടുള്ളൊരു കസ്റ്റാർഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് കസ്റ്റാർഡ് പൗഡറും അതേപോലെ പാലുമാണ്. അപ്പോൾ നമുക്ക് വളരെ ക്രീമി ആയിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കസ്റ്റാർഡ് പൗഡറും അതേപോലെ പാലുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, അതേപോലെ 1 ലിറ്റർ അളവിൽ പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാതെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറും അതേപോലെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം നമ്മൾ സാധാരണ ഐസ്ക്രീമൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോഴുള്ള ആ ഒരു മധുരത്തിൽ തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോവും. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോവും. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈവിടാതെ തന്നെ ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അല്ലാതെ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും പോയി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും അതേപോലെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് ഇതേപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതേപോലെ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആരും പ്രശ്നമൊന്നുമില്ല. നമുക്കിത് മിക്സിയിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ആ സമയത്ത് ഈ ഒരു കട്ടകളൊക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് വന്നോളും. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടാറിയ ഉടനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞാനപ്പോൾ എടുത്തില്ല. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം നിർബന്ധമില്ല, അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിന് നിർബന്ധമൊന്നുമില്ല, ഇത് നമുക്ക് മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിലേക്കൊക്കെ ക്രീം ബീറ്റ് ചെയ്യുന്ന അത്രയും ഒന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ലൂസായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. ഇനി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം ആണെങ്കിലും അതും നമുക്കിതിലോട്ട് യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നാൽ മതി, ഒരുപാട് തിക്കായിട്ട് മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് കൂടെ ഇതിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പേ ആദ്യം ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ബീറ്റർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായിട്ട് കിട്ടും. ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ടിതും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിലുണ്ടായിരുന്ന കട്ടകളൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തപ്പോൾ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ മിക്സിയും യൂസ് ചെയ്യാം. ഇനി ഞാനിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് നിൽക്കുന്നത്. നമുക്കിത് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം
ഇതൊരു റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. റാപ്പിംഗ് ഷീറ്റിൻ്റെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു അടപ്പൊക്കെ ഉള്ളൊരു പാത്രം യൂസ് ചെയ്താലും മതി. അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ, സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കവറൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. ചെറിയ ഐസിൻ്റെ ക്രിസ്റ്റൽസൊക്കെ ഈ ഒരു മിക്സിൻ്റെ മുകളിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസറിൽ വെക്കണം. അതിനുശേഷം നമുക്ക് പുറത്തെടുത്തിട്ട് ഇതൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതിവിടെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മളിത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ 8 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒരു ഫോർക്ക് വെച്ചിട്ട് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഫോർക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ സ്പൂണോ കത്തിയോ വെച്ചിട്ടൊക്കെ എടുത്താൽ മതി. ഇനി മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് പുറത്തോട്ട് എടുക്കണം. അതിനുശേഷം ഒന്നുകൂടെ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ മുഴുവനായിട്ട് കേക്കിൽ നിന്നും പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് ഭാഗം ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ അതിൻ്റെ മുകളിലിടുക, അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വീണ്ടും ഇതേപോലെ ഒരു 4-5 പ്രാവശ്യമായിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ഭാഗം ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്കൊരു 4-5 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5 പ്രാവശ്യമായിട്ടാണ് ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേക്ക് ടിന്നിൻ്റെ മുകളിൽ ഒരു റാപ്പിംഗ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിതിവിടെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി നല്ലൊരു ക്രീമി ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതല്ലെങ്കിൽ സ്കൂപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു രീതിയിൽ നന്നായിട്ട് റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് നല്ല ക്രീമി ആയതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ബലം പിടിച്ചിട്ടൊന്നും വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് തവി വെച്ചിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.